ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ആഫ്രിക്കൻ മല്ലി. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് സാമ്പാറിലോ രസത്തിലോ എന്തിൽ വേണോ ഇതിൻ്റെ ഇല ഒന്ന് ഇടാമെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കുഞ്ഞ് തൈ കൊണ്ടുവന്ന് നട്ടാൽ മതി. ഒരു ചെടിച്ചട്ടിയിലോ ഒരു ചാക്കിൽ കുറച്ച് മണ്ണ് വെച്ചിട്ടോ ഒക്കെ നട്ട് കഴിഞ്ഞാൽ മതി. ഇതാ ഇങ്ങനെ തഴച്ച് വളർന്ന് നമുക്ക് കിട്ടും. ഇതിൽ വളവും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതാണ്ടോ നിറച്ച് നിപ്പുണ്ട്. ഇതിൻ്റെ ഒരു കുഞ്ഞ് തൈയാണ് ഞാൻ ഒന്ന് നട്ടത്. കണ്ടോ ഇത് നല്ല തിളിർത്ത് വന്ന് ഒരു മാസം വരെ നിന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇതാണ്ടോ ഇതിൻ്റെ പൂവും ഒക്കെ ഉണ്ടാകും. അതിനെ വേണമെങ്കിൽ നമുക്ക് ഒടിച്ച് കളയാം. ഇതിൽ നിന്നാണ് വിത്ത് ഉണ്ടാകുന്നത്. ഈ വിത്ത് വീണ് അടുത്ത് വീണ്ടും പൊടിക്കും. പക്ഷേ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ കിളിന്തലയാണ് ഏറ്റവും നല്ലത്. ബിരിയാണിക്കൊക്കെ ഏറ്റവും നല്ല മണവും അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി, കുറുമക്കറി, ഉള്ളിക്കറി ഇതൊക്കെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ 2 ഇല ഇട്ടാൽ നല്ല മണമാണ്. നമ്മുടെ സാധാ മല്ലിയിലയെക്കാട്ടി അപ്പുറം ടേസ്റ്റും ഗുണവുമാണ് ഇതിന്. ഇതുണ്ടോ ഇതിന് ഒരുപാട് വളമോ വെള്ളമോ ഒന്നും വേണ്ട. ഇങ്ങനെ ഒരു കുഞ്ഞ് തൈ കൊണ്ടുവന്ന് ഒരു ചട്ടിയിലൊന്ന് നട്ടാൽ മതി. ഇതാ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും മല്ലിയില നമുക്ക് പെട്ടെന്ന് പൊടിപ്പിച്ചെടുക്കാൻ പാടാണ്. അതേസമയം ഇതാണെങ്കിൽ ഒരു കുഞ്ഞ് തൈ കൊണ്ടുവന്ന് നട്ടാൽ മതി. നമുക്ക് ഇഷ്ടം പോലെ ഇതിൽ നിന്ന് നമുക്ക് ഇല പറിച്ചെടുക്കാം. ഓക്കെ.